ഹായ്, ഈ ആഴ്ച ഇറങ്ങിയ ഏറ്റവും പുതിയൊരു സിനിമയാണ് തലവൻ. പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്ന നമ്മുടെ ബിജു മേനോനും ആസിഫ് അലിയാണ്. ഇവരുടെ ഒരു കോംബോ എന്ന് പറയുന്നത് നല്ലൊരു ഭാഗ്യ ജോഡികളാണ്. പലപ്പോഴും നല്ല സിനിമകൾ തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ സിനിമ കാണാൻ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ആസിഫ് അലിയും അതുപോലെ ബിജു മേനോനും കൂട്ടുകെട്ട് എന്ന രീതിയിലല്ല. ഇതിന്റെ സംവിധായകൻ ഒരു നന്മമരം സിനിമയാണ്. അതായത് അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകളൊക്കെ നന്മയുള്ള കഥാപാത്രങ്ങളുടെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. രണ്ട് സിനിമയും ഫീൽ ഗുഡ് മൂവിയാണ്. ഒന്ന് സൺഡേ ഹോളിഡേ, രണ്ട് വിജയ് സൂപ്പറും പൗർണമിയും. രണ്ടിലും ആസിഫ് അലിയാണ്. നന്മയുള്ള കഥാപാത്രങ്ങളുടെ സഞ്ചരിച്ച ഒരു ഫീൽ ഗുഡ് സിനിമ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. നല്ല രീതിയിൽ അവസാനിപ്പിക്കും. അപ്പൊ ഈ സംവിധായകനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കുറ്റാന്വേഷണ സിനിമ വരുന്നു എന്നുള്ളത് ആകാംക്ഷയുണ്ടാക്കി. കാരണം ഇത്തരം സിനിമകള് ഇപ്പൊ സത്യനന്ദിക്കാട് കുടുംബ പ്രേക്ഷകരുടെ ഒരു സിനിമകൾ ഇങ്ങനെ ചെയ്യും. അതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യും. എന്ന പോലെ ജിസ്റ്റോയിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ആ ഒരു വ്യത്യാസമുണ്ടോ എന്നറിയാൻ വല്ലാത്തൊരാഗ്രഹം. അങ്ങനെ പോയി കണ്ടപ്പോൾ ജിസ്റ്റോയി എന്നുള്ള ആ സംവിധായകൻ താൻ ചെയ്ത രണ്ട് സിനിമയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാത്ത്, ഒരു വഴി കണ്ടെത്തിയിട്ട് ആ മികച്ച ത്രില്ലർ സിനിമ ഒരുക്കി എന്ന് തന്നെയാണ് മൈ കപ്പ് ഓഫ് ടീ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നല്ല സ്ക്രിപ്റ്റ്, എവിടെയും നമുക്ക് ലോജിക്കലി പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മളെ ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒക്കെ കണക്റ്റഡ് ആണ് എന്ന് തോന്നുന്ന രീതിയിൽ നല്ല ശ്രദ്ധിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമ. അതുപോലെ തന്നെ ജിസ്റ്റോയ് എന്ന സംവിധായകൻ, അദ്ദേഹത്തിന് ഫീൽ ഗുഡ് മൂവീസ് മാത്രമല്ല ഇത്തരത്തിലുള്ള കുറ്റാന്വേഷണവും ആക്ഷനും ത്രില്ലറുമായിട്ടുള്ള ജോണർ കൂടി പരീക്ഷിക്കാനും വിജയിപ്പിക്കാനും കഴിയുമെന്ന് തെളിയിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. ആസ് യൂഷ്വൽ ബിജു മേനോൻ ഒരു പോലീസ് കഥാപാത്രം എന്നുള്ള രീതിയിൽ എപ്പോഴും ബിജു മേനോൻ എന്താ പറയാ, അദ്ദേഹത്തിന് അതൊരു സാധാരണ സംഭവമാണ് ഒരു പോലീസ് വേഷം ചെയ്യുക എന്നുള്ളത്. ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വെല്ലുവിളിയായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആസിഫ് അലി ഇങ്ങനെ ഈ പോലീസ് SI ആയി മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അതും എൻ്റെ പേഴ്സണലാണ്. എന്നാൽ ആസിഫ് അലിയും ബിജു മേനോനും ആ കോമ്പിനേഷൻ വളരെ ഗംഭീരമായി ആ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുകയും അവരുടെ സഞ്ചാരമാണ് നമ്മളും ആ സിനിമയിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ കഥാപാത്രങ്ങളെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിക്ക് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തുള്ള ഒരു പരിചയത്തിന്റെ പ്രശ്നം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ബിജു മേനോൻ വളരെ കൂളായിട്ടായിരുന്നു. പിന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് നടിമാരാണെങ്കിലും ഒക്കെ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ആക്ടേഴ്സിന്റെ പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതന്നെയാണ്, സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല മേക്കിംഗ് ഉണ്ട്, നല്ലൊരു സംവിധാനമുണ്ട്, ഒരു അച്ചടക്കമുള്ള തിരക്കഥയും സംവിധാനവും ഒരുക്കിയെന്ന് തന്നെയാണ് ഈ സിനിമ നല്ല സിനിമയായിട്ട് ആളുകൾക്ക് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരൊക്കെ തന്നെയും ഈ രീതിയിലേക്ക് ഈ സിനിമയെ വിലയിരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും അതിലൊരു വില്ലൻ കഥാപാത്രമായിട്ട് വന്ന ഒരാളുണ്ട്. അത് ശരിക്കും ഒരു ട്വിസ്റ്റുള്ള ഭാഗമാണ്. അതുകൊണ്ട് അത്തരം സിനിമയുടെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അയാള് പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു നാടക നടനാണോ എന്ന അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. ഗംഭീരമായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇച്ചിരി പ്രായമുള്ള ഒരാളാണ്, പക്ഷെ അയാൾ അസാധ്യമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അയാളാണ് ഈ സിനിമയിലെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം നസീർക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക പെർഫോമൻസ് നടത്തിയൊരു സിനിമ കൂടിയാണത്. രഘു എന്ന് പറയുന്ന ഒരു പോലീസുകാരനായിട്ടുള്ള കോട്ടയം നസീർക്കാൻ്റെ ഒരു പ്രകടനം അടിപൊളിയാണ്. അതുപോലെ പടം തുടങ്ങി ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മളെ സിനിമയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മുടെ ആസിഫ് അലിയുടെയും ബിജു മേനോന്റെയും കഥാപാത്രങ്ങളെ SIയും CIയുമാണ്. ഇവർ തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറുന്നു. രണ്ടുപേരും എന്താ പറയുക ഭയങ്കര ഉശിരുള്ള കഥാപാത്രങ്ങളുമാണ്. തോന്നിയത് മേലുദ്യോഗസ്ഥനാണെങ്കിലും ബഹുമാനിക്കേണ്ടടുത്ത് ബഹുമാനിക്കും, അല്ലെങ്കിൽ പറയേണ്ടത് കൃത്യമായിട്ട് പറയും. അങ്ങനത്തെ രണ്ട് കഥാപാത്രങ്ങൾ. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ നമ്മൾ സമാധാനത്തോടെ സിനിമ കാണും. അവർ രണ്ടുപേരും തെറ്റുന്നോടുകൂടി സിനിമ വേറെ വഴിയിലേക്ക് പോകുന്നു. പിന്നെ ഒരു കൊലപാതകവും അതിനെ തുടർന്ന് രണ്ടുപേരും അന്വേഷണത്തിലേക്ക് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ല, അതായത് ഒരുപാട് കുറ്റാന്വേഷണ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. മലയാളത്തിൽ ഒരുപാട് ഇന്ത്യൻ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്, മലയാളത്തിലും ഒരുപാട് വന്നിട്ടുണ്ട്. ഈ കുറ്റാന്വേഷണ സിനിമ ചെയ്യുമ്പോൾ ഒരു വെല്ലുവിളി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കണ്ട സിനിമയുടെ പാറ്റേൺ അല്ലാതെ എന്തെങ്കിലും പ്രേക്ഷകനെ പിടിച്ചിരുന്ന സാധനം വേണമല്ലോ. അതിലും ഇതിന്റെ അണിയറ പ്രവർത്തകർ വിജയിച്ചിട്ടുണ്ട്.
ഇതിന്റെ എഡിറ്റിംഗ് ആയാലും ദീപക് ദേവ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പല സമയത്തും നമ്മളിങ്ങനെ ഒരു സീറ്റ് എഡ്ജ് സിനിമ എന്ന് പറയില്ലേ, സീറ്റിൽ നമ്മളിങ്ങനെ പതുക്കെ എഡ്ജിലേക്ക് വരുന്ന രീതിയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നുമില്ല, എങ്കിലും സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ പേഴ്സണൽ അഭിപ്രായങ്ങളാണിത്. ഒരു ആക്ഷൻ ത്രില്ലർ മൂവി എന്ന രീതിയിൽ ഒരു ദൃശ്യത്തിന്റെ ഒക്കെ ഒരു രീതിയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത, ദൃശ്യത്തിൽ അങ്ങനെയായിരുന്നല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് സിനിമ ഇങ്ങനെ കയറി പോകും. ഇതിലും അങ്ങനെയുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ സിനിമ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് ശരിക്കും ത്രില്ലിംഗ് ആണ്. അപ്പോൾ ഒരു ആക്ഷൻ ത്രില്ലർ കുറ്റാന്വേഷണ മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. തലവൻ